ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 നവംബർ 24 മുതൽ 30 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, വൃശ്ചികം 9 മുതൽ 15 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭം ഉണ്ടാകും, ശത്രുശല്യം കുറയും, സ്ഥാനഭ്രംശം, ദുർജന സംസർഗം എന്നിവയ്ക്ക് സാധ്യത. സഞ്ചാരക്ലേശം ഉണ്ടാകും, രോഗത്തിന് ശമനമുണ്ടാകും, മൃഷ്ടാന്നലാഭവും ശയനസുഖവും സിദ്ധിക്കും, സന്താന സൗഭാഗ്യമുണ്ടാകും, അധികാരികളിൽ നിന്ന് വിഷമതകളുണ്ടാകാം, പല വിധത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളും അനുഭവവേദ്യമാകും, ശത്രുക്കളുമായി സൗഹൃദത്തിനിടവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യവിജയവും ആഭരണലാഭവും സന്തോഷവും ഉണ്ടാകും. കലഹപ്രവണത, ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകും. അധ്വാനം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അപമാനകരമായ പല സാഹചര്യങ്ങളെയും നേരിടേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രാക്ലേശവും ധനസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ പ്രതികൂലമായ നടപടികൾക്ക് സാധ്യത. കാര്യവിജയവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. രോഗശമനം ഉണ്ടാകും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ദാമ്പത്യസുഖം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സ്വാതന്ത്ര്യം കുറയും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ലാഭസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യം, സ്വജനവിരഹം, ദേഹപീഡ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കാര്യവിജയം ഉണ്ടാകും. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യത. മനസ്സുഖം കുറയും. രോഗങ്ങൾ വർദ്ധിക്കും. ഒറ്റപ്പെടലും അപമാനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കും ധനത്തിനും നാശമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഉഷ്ണരോഗങ്ങൾ, ദുഷ്ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താന ഗുണം കുറയും. യാത്രാഗുണവും ബന്ധുസമാഗമവും ഉണ്ടാകും. മനോവിഷമം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. ധനസമൃദ്ധിയും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും മന്ദത അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭൂമി വാഹനാദി ലാഭം ഉണ്ടാകാം. കുടുംബസുഖവും ഐശ്വര്യവും ഉണ്ടാകും. സഹോദര ഗുണം കുറയും. ബന്ധുക്കളുമായി ശത്രുതയ്ക്ക് സാധ്യത കാണുന്നു. അനുഭവ ഗുണം വർദ്ധിക്കും. അധികാര സ്ഥാനപ്രാപ്തി ഉണ്ടാകും. രോഗശാന്തിയും കാര്യവിജയവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി,
വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് ബുധനും രവിയും സഹോദരസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുഷ്ടി കുറയും, ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും, ധനനഷ്ടവും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും, സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത, വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക, ശത്രുശല്യം കുറയും, വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും, പുത്രന്മാർക്ക് അഭിവൃദ്ധി കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ബുധനും രവിയും ധനസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൈവരും. ഭാര്യയിൽ നിന്ന് ധനലാഭത്തിന് സാധ്യത. ത്വക്ക് രോഗങ്ങൾക്കോ ശിരോരോഗങ്ങൾക്കോ സാധ്യത ഉണ്ട്. ധനസ്ഥിതി മെച്ചപ്പെടും, ബന്ധുഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ കുജൻ, ശത്രുസ്ഥാനത്ത് വ്യാഴം, വ്യയസ്ഥാനത്ത് ബുധനും രവിയും ജന്മത്തിൽ ശുക്രനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ കാര്യവിഘ്നം ഉണ്ടാകും. പണച്ചെലവ് നിയന്ത്രിക്കണം. ദൈവാധീനം കുറയും, വിദ്യാഗുണം കുറയും, സർക്കാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കും. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് വ്യാഴം, ലാഭസ്ഥാനത്ത് ബുധനും രവിയും വ്യയസ്ഥാനത്ത് ശുക്രനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യം കുറയും, യാത്രാഗുണം കുറയും, സർക്കാർ ആനുകൂല്യങ്ങൾക്ക് സാധ്യത. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ കാലമാണ്. കച്ചവടം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിന്ന് ധനപുഷ്ടിക്ക് സാധ്യത കാണുന്നു. വസ്ത്രാഭരണ സിദ്ധി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. അനുഭവഗുണം കുറയും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ധനവരവുണ്ടാകും. കർമ്മശേഷി വർദ്ധിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. പലവിധത്തിലുള്ള സുഖാനുഭവങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. കാര്യതടസ്സത്തിനും രോഗവർദ്ധനവിനും സാധ്യത കാണുന്നു. സന്താന ഗുണം കുറയും. മനപ്രയാസം വർദ്ധിക്കും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതകൾക്ക് സാധ്യത. കർമ്മരംഗത്ത് സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.